സൈഡിൽ കൊണ്ടുപോയി നിർത്തണം. ഒരുപാട് ചേർക്കരുത്, ഒരു മിനിമം ഗ്യാപ്പ് ഇട്ട് മുന്നിലേക്ക് അല്ലേ. ഇവിടുന്ന് അകന്ന് പോവാതെ ഒരു മിനിമം അകലം വെച്ചോണ്ട് തന്നെ അടുക്കരുത്. ഒരുപാട് മിനിമം അകലം വിട്ട് ചെല്ലടാ. അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഒന്ന് റിവേഴ്സ് എടുത്ത് ആ വഴിയിലോട്ട് കയറിക്കും. എങ്ങനെ കയറും? കുറച്ച് പോയിട്ടല്ല, അവിടെ നിർത്തും. ഈ മിറർ കാണാനല്ല വെച്ചിരിക്കുന്നത്, അതേ നോക്കി തിരിച്ചു കയറ്റും അങ്ങോട്ട്. ആ മതിലേൽ ഇടിക്കരുത് വണ്ടി, അത്രേ ഉള്ളൂ. നിർത്തി തിരിക്കരുത്. ഉരുളുന്നതനുസരിച്ച് മതിലേൽ ഇടിക്കാതെ അങ്ങോട്ടേക്ക് ചേർത്ത് 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 ആ വഴിയിലേക്ക് എത്തിക്കുക വണ്ടിയെ. തിരിഞ്ഞു നോക്കല്ലടാ പൊന്നെ. നിർത്തറ ഒരു ടൂ വീലർ. നിന്റെ നേരെ പുറകിലെ കാഴ്ച കാണാനായി ക്യാമറ. വണ്ടി ഉണ്ടോ ആളുണ്ടോ നോക്കാൻ. ഇത് ഇവിടെ നോക്കി സൈഡ് നോക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ സൈഡ് മാക്സിമം ചേർന്ന് പാടാ വണ്ടിയും കൊണ്ട്. ഇവിടെ നേരെയാവുന്നോ അവിടെ നിർത്താവുള്ളൂ വണ്ടിയെ. നിർത്തി ഇറങ്ങുന്നത് ക്ലച്ചാക്കി വെച്ചിട്ട് ബ്രേക്കിൽ ചവിട്ടി നിർത്തുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കണം. ബ്രേക്ക് ചെയ്താൽ വണ്ടി നിൽക്കണം. നീ ബ്രേക്കിൽ നിന്ന് വിട്ടാൽ ഈ വണ്ടി നീങ്ങണം. വണ്ടി നേരെയായാ അപ്പൊ വീല് നേരെ നിർത്തണം. നിർത്തി വീല് നേരെയാക്കടാ. ഇനി നേരെ ഒന്ന് പുറകോട്ട് പോയിക്കാൻ നിക്കട്ടെ. ബ്രേക്ക്. ഇപ്പൊ നീ നോക്കിക്കേ, അവിടെ നിനക്ക് ആവശ്യത്തിന് സ്ഥലമില്ലേ? ഇവിടെ നോക്കിക്കേ, കറക്റ്റ് നിന്റെ സൈഡിലല്ലേ വണ്ടി വന്നേ. അപ്പൊ റിവേഴ്സ് എടുക്കുമ്പോ എങ്ങനെയാ കൊണ്ടുവന്ന് വരേണ്ടത്? പിടികിട്ടിയാ? നീ എവിടുന്ന് വരുന്നോ അവിടെ ചേർത്ത് പിടിച്ചാലേ നിനക്ക് കറക്റ്റ് ആ വഴിയിൽ വന്ന് കേറാൻ പറ്റുള്ളൂ. നീ ഇവിടെ ചേർത്തില്ല എന്ത് പറ്റും? അവിടെ ഗ്യാപ്പ് ആവൂല, അവിടെ നിനക്ക് കിട്ടൂല, അവിടെ ഇടിക്കും വണ്ടി. ഓക്കെയാണ്, ഇത് മറന്നു പോരുത്. നമസ്കാരം മാഷെ, എൻ്റെ പേര് സന്ധ്യാസേജി. ഞാൻ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ നിന്ന് വന്നിട്ട് അവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. പിറ്റേ ദിവസം മുതൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു. കാരണം അവിടെ നിന്ന് വന്നതിൻ്റെ ഒരു രണ്ടാം ദിവസം, അതായത് ഇന്നലെ തൊട്ട് ഞാൻ എൻ്റെ വാഹനം ഓടിച്ചു തുടങ്ങി, എൻ്റെ കാർ ഓടിച്ചു തുടങ്ങി. ഇന്നിപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു സ്ഥലത്ത് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മഴ ചെയ്താൽ ടൂ വീലറിൽ പോകാൻ പറ്റില്ല. അപ്പോൾ കാർ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മഴയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യണത്. എന്താണെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ സാധിച്ചു. അവിടെ വന്നതുകൊണ്ട് ഇനി യാത്രയാണ്. അപ്പം താങ്ക് യു സോ മച്ച് അവിടുത്തെ ഡ്രൈവിംഗ് റൈഹാൻ ഡ്രൈവിംഗ് സ്കൂളിന്. അത് അത്രയും സന്തോഷം കൊണ്ടാണ്. കാരണം ഈ വീഡിയോക്ക് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോൾ എല്ലാവരും തന്നെ കണ്ടു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ഭയങ്കര സന്തോഷമായിരുന്നു, കുട്ടികളും സന്തോഷമായിരുന്നു. 12 കിലോമീറ്റർ അങ്ങോട്ടും 12 കിലോമീറ്റർ ഇങ്ങോട്ടായിരുന്നു എനിക്ക് ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഞാൻ അതുപോലെ ആസ്വദിച്ചാണ് ഡ്രൈവ് ചെയ്തത്. യാതൊരു പേടിയും തോന്നിയില്ല. ഭയങ്കര ബ്ലോക്കാണ് ഇങ്ങോട്ട് വന്നപ്പോൾ. അതായത് നൈറ്റ് ആയിരുന്നു, അപ്പോൾ ഭയങ്കര ബ്ലോക്കും മഴയും ആയിരുന്നു. ഒത്തിരി ബ്ലോക്കില്ല, എന്നാലും മഴയാണ്, അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ നല്ല കോൺഫിഡൻറ്റോടുകൂടി തന്നെ ഡ്രൈവ് ചെയ്തു. അത് അവിടെ എനിക്ക് നൈറ്റിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും ബ്ലോക്കിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതും എനിക്ക് അങ്ങനെ ടെൻഷൻ തോന്നിയില്ല. അല്ലെങ്കിൽ ഡ്രൈവറെ വെക്കും, എവിടെയെങ്കിലും പോകുന്നതിന് ഡ്രൈവറെ വെക്കുമായിരുന്നു. പക്ഷേ ഇന്നാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ വാഹനം, അതായത് എൻ്റെ സ്വന്തം കാർ ഓടിച്ചത്. അതിന് റൈഹാൻ ഡ്രൈവിംഗ് സ്കൂളിനോട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആ ഓട്ടയെ മറികടക്കാൻ എന്ത് സ്ഥലം വേണോ അത് മാത്രമേ എടുക്കാവുള്ളൂ. ഞാൻ ഇയാളെ പാത്തെന്ന് പറഞ്ഞ ഒരാളെ ഇത് കണ്ടായിരുന്നു, താൻ കേട്ടിരുന്നേ. അപ്പൊ എന്റെ ഗിയറാണോ ചോദിച്ചു, പറഞ്ഞു മേളിലാണോ. എനിക്ക് തിരിഞ്ഞു വന്നു. പുള്ളി ആ കയ്യും കാലും കാണിച്ചില്ലായിരുന്നു, ആ പട്ടി അവിടെ നിന്നേനെ. അത് ഇപ്പൊ വണ്ടി തട്ടും അതിനിട്ട്. അല്ലാതെ ഓടി അയാളുടെ അടുക്കലേക്ക് ചെല്ലാൻ നോക്കും. പയ്യൊന്ന് നിർത്തി പോ സാറേ. കാരണം എന്താ പറയാ, അയാൾ ആ പട്ടിയെ ദേവിയാൻ വേണ്ടി നിർത്തും വേണമെങ്കിൽ. അവരെ തന്നെ നോക്കിയിരിക്കരുത്, അവരുടെ കാര്യം കൂടെ നോക്കണം. ഇപ്പൊ കണ്ടല്ലോ, നമ്മുടെ സൈഡിൽ കൂടെ തിരിഞ്ഞു. നേരെയാകുന്നത് നമ്മുടെ സൈഡിലായിരിക്കണം വണ്ടി. അടുത്ത തിരിവും നമ്മുടെ സൈഡിൽ കിട്ടണം. അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. അടുത്ത വളവ് കണ്ടല്ലോ, അയാൾ കൈ കാണിച്ചോണ്ടാ. നമുക്ക് എങ്ങോട്ടാ സാറേ പോണ്ടേ? അപ്പൊ ബ്രേക്കിൽ തന്നെ കൊണ്ടുപോകാൻ വണ്ടിയെ. എന്നിട്ട് നമ്മുടെ സൈഡിലിട്ട് തന്നെ അവരെ നോക്കല്ലേ സാറേ, നമ്മുടെ സൈഡിൽ കൂടെ തന്നെ തിരിഞ്ഞു പോവാം. ബ്രേക്കിൽ തന്നെ കാല് വെച്ചു, അതുപോലെ തന്നെ നേരെയാക്കി എടുക്കും.
സൈഡ് നോക്കി തന്നെ പോട്ടെ. ഫോൺ അടിക്കും സാറേ. ആ ബ്രേക്കിലൊന്ന് കാല് വെച്ചോ, എന്നിട്ട് വേഗത കുറച്ചുകൊണ്ട് തിരിഞ്ഞു പോവാ. കണ്ടാ, ചുമ്മാ അങ്ങ് വിട്ടുകൊടുക്കാതെ നമ്മുടെ റോഡിൽ നോക്കി സൈഡിനനുസരിച്ച് മാത്രം വണ്ടി വിട്ടുകൊടുക്ക്. സാറേ എപ്പോ കൈവിട്ടാലും വണ്ടി തിരിഞ്ഞു വരും, ശരിയല്ല? തിരിച്ചു വെച്ചിരിക്കുന്ന വണ്ടി നേരെ വരാൻ നോക്കും. അങ്ങനെയല്ല, നമ്മുടെ വഴിയിൽ തന്നെ നേരെ വരണം. അത് നോക്ക്, നമ്മുടെ സൈഡിൽ കൂടെയാണോ പോണേ? ഓരോ സെക്കൻഡിനും വണ്ടി റോഡിന് വെന്റ് എങ്ങോട്ടാണോ അതിനനുസരിച്ച് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അതിനെ നമ്മുടെ സൈഡിൽ പിടിച്ച് നിർത്തലാണ് നമ്മുടെ ജോലി. റെയിൽവേ ഗേറ്റ് ഉണ്ടോ? ഇവിടെ ഇല്ല. റെയിൽവേ ഗേറ്റിന്റെ മാർക്കിംഗ് ആണ്. അവരെ നോക്കാതെ നമ്മുടെ സൈഡ് നോക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ വഴി വന്നിട്ടില്ലേ? സ്കൂട്ടറിൽ പോയിട്ടുണ്ടോ? ഓർത്തില്ല, ഗേറ്റ് കണ്ടിട്ടില്ല. ഓർത്തില്ല. ഇല്ല സാർ, ഞാൻ ഇതുവരെ ഗേറ്റ് കണ്ടിട്ടില്ല. മതി, വേഗത കുറച്ച് തിരിഞ്ഞു നിർത്തി. വേഗത വരാതെ നോക്ക് സാറേ. സ്പീഡില്ല ഇപ്പൊ വണ്ടി പോയത്, ശരിയല്ല? അനാവശ്യമായിട്ടൊരു ആക്സിലേറ്റർ കൊടുത്തില്ലേ അവിടെ? ഇപ്പോഴും നോക്ക്, ബ്രേക്കിൽ വാ. സാർ എവിടെയാ വണ്ടി കൊണ്ടുപോയത്? വെറുതെ പിടിക്കാതെ. സാർ എവിടെയാ വണ്ടി കൊണ്ടുപോയത്? അതെന്തിനാ കൊണ്ടുപോയത്? സാർ അവിടെ സ്പീഡ് കൊടുക്കാൻ പോയിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു മറവ് കാണുമ്പോഴത്തേക്ക് വണ്ടിയും കൊണ്ട് സേഫായിട്ട് പോകാനല്ലേ നോക്കണ്ടേ? പോട്ടെ, അവിടെ എന്തിനാ ധൃതി പിടിക്കുന്നത്? നമ്മുടെ തടിയേക്കാൾ വലുതല്ലോ. ആ പതിയെ തിരിഞ്ഞു വരട്ടെ. നമ്മുടെ സൈഡിൽ കൂടെ തന്നെ തിരിഞ്ഞു വന്നാൽ മതി, എന്നിട്ട് അതുപോലെ നിവർന്നാൽ മതി. ഇത്രയും ക്ഷമ അവിടെ കാണിച്ചിരുന്നെങ്കിൽ പോകത്തില്ലായിരുന്നു. അവിടെ നിന്നെടുത്ത് വേഗത്തിൽ വന്നാൽ എന്ത് ചെയ്യും? മുട്ടും. കൺവെൻഷൻ സെന്റർ പ്രീതി. ഞാൻ ഇവിടെ ആയിരുന്നു, ഇവിടെ വന്നു. പക്ഷെ റെയിൽ ക്രോസിനായി ഓർത്തില്ല. ഈ 2 മാസം മുമ്പ് കൂടെ വന്നാ കല്യാണത്തിന്. ഞാനിവിടെ നാട്ടൊക്കെ ആയിട്ട് ഇപ്പൊ 1.5-2 വർഷം ആവുന്നേ ഉള്ളൂ. വെളിയിലായിരുന്നു ഞാൻ. 26 വർഷം, 26 36 വർഷം വെളിയിലായിരുന്നു. 10 വർഷം ഡൽഹി, 10 വർഷം മസ്കറ്റ്, പിന്നെ 16 വർഷം പ്രവാസിയായിരുന്നു. 16 വർഷം കുവൈറ്റിൽ നിന്ന് ഇവിടെ ആയിട്ട് പിന്നെ പ്രവാസി ജീവിതം ആയിരുന്നു. അതുകൊണ്ട് ഇവിടൊക്കെ ഇപ്പം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷമാണ് സ്കൂട്ടർ എടുത്ത് ഇവിടൊക്കെ കറങ്ങാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഈ റെയിൽ ക്രോസിന്റെ കാര്യം പറ്റിയ ഓർമ്മയില്ലായിരുന്നു. സാറ് ചരിവ് ചരിയുന്നുണ്ട്, വലത്തോട്ട് പോവാതെ നോക്കണം ഇനി വണ്ടി. ലെഫ്റ്റ് ചേർന്ന് വാ. പയ്യെ അനങ്ങട്ടെ. ആ അങ്ങനെ ബ്രേക്കേ കാല് വെച്ചോണ്ട് തന്നെ തിരിക്കുകയും കൂടെ ചെയ്യും. അങ്ങനെ ഇച്ചിരൂടെ തിരിഞ്ഞാൽ വണ്ടി തിരിഞ്ഞു വരും. ആ ബ്രേക്കെ തന്നെ കൺട്രോൾ ചെയ്യും. ബ്രേക്കില് പതിയെ സമയമെടുത്ത് ഇഴഞ്ഞ് പോയാൽ മതി. ഓക്കെ ആണോ? പോട്ടെ. സാറ് അറിഞ്ഞില്ല പക്ഷേ ഈ ജംഗ്ഷൻ. ഇത് മാവേലിക്കരയ്ക്ക് പോകുന്ന നമ്മളിങ്ങോട്ട് വന്നില്ലേ, അതിന് മുന്നുള്ള റോഡ്. അതെ, പോട്ടെ. മാവേലിക്കര ജംഗ്ഷനിലോട്ട് ചെല്ലുന്നത് ഇവിടെ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വലത്തെ സൈഡിലൊരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ അത് തന്നെ. അവിടെ ഞങ്ങളൊരു കല്യാണത്തിന് സൈഡ് നോക്കിയോ? ഞാനൊരു കല്യാണത്തിന് 3-4 മാസം മുമ്പ് വന്നായിരുന്നു. ഞങ്ങളൊരു ദിവസം വിശന്ന് വലഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കല്യാണം. ഒന്നും നോക്കിയില്ല, കയറി വെച്ച് ഒന്നും നോക്കിയില്ല. പണ്ടൊക്കെ ആയിരുന്നു ആൾക്കാരെ നോക്കുന്നതൊക്കെ. പമ്പരം കണക്കിന് കറക്കരുത്, ചുമ്മാ ഫ്രീ ആയിട്ടിരുന്നോണം. സാറിനെ വിശ്വസിച്ച് ഞാൻ ഈ വണ്ടി കയറി ഇരിക്കുന്നത്. സാറിന് ആ ചരിവും കൂടെ ചരിവ് നിവർത്ത്. ആ എന്നിട്ട് ഫ്രീ ആയിട്ട് ബലം പിടിക്കാം. ഒരുപാട് ബലം പിടിക്കുന്നു കേട്ടോ. ഇപ്പം ഇത്ര നേരം ഫ്രീ ആയിരുന്നു, ഞാൻ അത് കണ്ടോണ്ടായി റോഡിലേക്ക് വെച്ച് കയറ്റിയത്.
അപ്പൊ സാറ് വേറെ ആളാവരുത്. ആ എന്ത് വന്നാലും നിർത്താൻ സാറിന് അറിയാം. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അവിടെ തിരിക്കാനോ വളയ്ക്കാനോ പറ്റില്ല, ഈ വണ്ടി നിർത്തുന്നേ. നമ്മുടെ സൈഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, വലത്തോട്ട് പോകാൻ നോക്കാതെ. ഇത് ഓഡിറ്റോറിയം. അതെ, റോയൽ വേഗത കുറച്ച്. ഇല്ല, വന്ന സ്ഥലത്ത് പോയിട്ടും സാറിന് വല്ല കുഴപ്പമുണ്ടായിരുന്നാ? പിന്നെന്തിനാ പേടിക്കുന്നത്? പിന്നെ എങ്ങോട്ട് ചെല്ലായിരുന്നാ മതി, അവൻ കടന്നു പോയിക്കോളൂ. ഇനി പോട്ടെ, അയാളെ നോക്കിയിരിക്കരുത്, പോട്ടെ, നമ്മുടെ കാര്യം നോക്കിപ്പോ. കാരണം വെച്ചാൽ അയാൾക്ക് തിരിഞ്ഞ് വരാൻ ഇച്ചിരി സ്ഥലം വേണം, അതിനാണ് നിന്ന് കൊടുക്കാൻ പറഞ്ഞത്. അങ്ങോട്ട് കാറ് പോരാന്നാണ് ഇതാണ്, പക്ഷെ അയാൾക്ക് എടുത്തോണ്ട് പോയി. ഇവിടെ കേരളത്തില്ല നിയമം പാലിച്ചിട്ടുണ്ടേ, നിയമം പാലിച്ചിട്ടുണ്ടേ. ലെഫ്റ്റ് അല്ലേ അവിടെ? ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കും. പതിയെ പതിയെ നിറഞ്ഞ് ചെല്ലുന്ന ഈ റോഡ് ബെൻഡാകുന്നതനുസരിച്ച് നമ്മുടെ വണ്ടി ചരിക്കണം കേട്ടാ. നേരെ ഓടിച്ചെന്ന് കയറുകയും ചെയ്യരുത്. നിർത്തി നിർത്തി അങ്ങോട്ട് ചരിച്ചുകൊണ്ടിരിക്കും വണ്ടിയെ. നിർത്തി നിർത്തി അങ്ങോട്ട് തിരിച്ച് ആ കേട്ടെ, തിരിക്കുന്നില്ല സാറേ. പോട്ടെ, ഉരുളുന്നനുസരിച്ച് തിരിക്ക്. അങ്ങനെ അതുപോലെ പതിയെ നിവർത്തി എടുത്തോണ്ട് പോവാം. കണ്ട, ഇത് ചെയ്യാത്തത് എന്താ? പോട്ടെ 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 പോട്ടെ, നമ്മുടെ സൈഡ് നോക്കിപ്പോ, നമ്മുടെ സൈഡിലേക്ക് പോവാം. നമ്മുടെ സൈഡിൽ വരാഞ്ഞിട്ടായി ഓൾറെഡി. നമ്മുടെ സൈഡിൽ വരാഞ്ഞിട്ടാ ഹോൺ അടിക്കുന്നത്. പോട്ടെ, ജംഗ്ഷൻ വരുമ്പോൾ മാത്രം എന്തിനാ ഇങ്ങനെ ഒരു വെപ്രാളം കാണിക്കുന്നത്? ചേരട്ടെ, ബ്രേക്കിൽ തന്നെ വണ്ടിയെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ തിരിക്കുകയും വേണം. പയ്യെ നോക്കി തിരിച്ചെടുക്കുക. നിർത്തി നോക്കി അനക്കി തിരിക്കും. ഇച്ചിരി മുന്നോട്ട് ഇറങ്ങിയില്ല. അങ്ങനെ ഇച്ചിരൂടെ അനങ്ങട്ടെ. ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ അനങ്ങി കൊടുക്കും. ഇച്ചിരൂടെ അനങ്ങട്ടെ. ഇനി ഇച്ചിരൂടെ മുന്നോട്ട് നീങ്ങട്ടെ. ഒരു പൊടിക്കും കൂടെ. തിരിക്കും. പോട്ടെ, പയ്യെ അനങ്ങി പോട്ടെ. ഓടി പോവാൻ നോക്കരുതേ, നിർത്തണവേ. നിവർത്തി എടുക്കുക. കണ്ട, ഇങ്ങനെ തിരിക്കാൻ അറിയാവുന്ന ആളെ എന്തിനാ അവിടെ വരുമ്പോൾ തപ്പി പിടിച്ച് വിറച്ച് പേടിച്ച് ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? പതിയെ തന്നെ പോട്ടെ, വലിച്ചുകൊണ്ട് ഓടാതെ.
ജംഗ്ഷനിൽ ഒരു പേടി ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ പോക്കറ്റ് റോഡിലേക്ക് വന്നത്. അതാണല്ലോ ആവശ്യവും. പക്ഷെ സാറ് ഫ്രീയാകുന്നില്ല. പേടി വെള്ളമായി കിട്ടണമല്ലോ. അതിനേക്കാൾ കുഞ്ഞു വഴികളിലൂടെ സാറ് വണ്ടി തിരിക്കുക, വളയ്ക്കുക, നിയന്ത്രിക്കുക എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ജംഗ്ഷൻ കുറച്ചുകൂടെ വലുതല്ലേ, കുറച്ചുകൂടെ വീതിയില്ലേ. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. അവിടെ എല്ലാവരും പരസ്പരം നോക്കി സൂക്ഷിച്ചല്ലേ വരത്തുള്ളൂ. വെള്ളത്തിൽ എന്ത് ചെയ്യും ഇവിടെ? മീൻ വല വിരിക്കുന്നല്ലേ? വടക്കുവല വടക്കുവല. പഴയ നിർമ്മിതി കെട്ട്. ആൾത്താമസമില്ല. പഴയതോ പ്രതാപി ഇടവിട കേട്ടാ. ഇതൊന്നും സാറിന് പേടിയില്ല. സാറ് ജംഗ്ഷൻ വരുമ്പോ മാത്രം വേറൊരാളായിട്ട് മാറിയിട്ട് എന്താ സാറ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. മതിയ കുണ്ടും കുഴിയുണ്ട്. ഞങ്ങള് വഴി പറഞ്ഞു തരേണ്ട അവസ്ഥയാണ്. അതാണ് അവസ്ഥ. വേറെ കുറച്ച് സമയം നമ്മളെടുത്താൽ മതി. അവര് രണ്ടുപേരും പോയിക്കോളും. ഇയാള് നമ്മളെ കടന്നു പോയി കഴിഞ്ഞാലേ നമുക്ക് അയാളെ കടന്നു പോകാൻ പറ്റുള്ളൂ. പോട്ടെ. നമുക്ക് എതിരെ ഒരു വണ്ടി വരുമ്പോഴത്തേക്ക് എതിരെ വരുന്നവന് പോകാനായിട്ട് നമ്മളൊന്ന് വേഗത കുറഞ്ഞു കൊടുക്കണം. അവനും കടന്നു പോയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്നിലുള്ള ആളെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് വലത്തോട്ട്. സാറ് പുറത്തിറങ്ങാനാ നോക്കുന്നത്, ഞാൻ പുറത്തിറങ്ങാതിരിക്കാനാ നോക്കുന്നത്. ഓണടിക്ക് സ്ലോ ചെയ്ത് നമ്മുടെ സൈഡ് എടുത്തെടുത്ത് കൊണ്ടുപോകാൻ വണ്ടിയാ. കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ വണ്ടി ഉണ്ടോന്നൊക്കെ നോക്ക്. രണ്ട് സൈഡും കണ്ടാ. ചുമ്മാ തിരിഞ്ഞ് തിരിഞ്ഞു പോവാം. മതി. അതുപോലെ നിവർന്ന് നിവർന്നു പോവാം. ഇപ്പൊ ഫ്രീ ആയിട്ട് ജംഗ്ഷൻ തിരിഞ്ഞാണ്ട. ഈ ജംഗ്ഷൻ ഇതുപോലെ തിരിക്കണം. പോട്ടെ. എല്ലായിടത്തും ഇതുപോലെ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ റോഡിൽ കൊണ്ടുവന്നത്. വെള്ളതെറിപ്പിക്കല്ലേ. വേഗത വേഗത കുറച്ചു കൊടുക്കും. ഇപ്പൊ കണ്ട അയാളുടെ മുന്നിൽ ആളുള്ളതുകൊണ്ട് അയാൾ വേഗത കുറച്ചു. അപ്പൊ നമ്മൾ കടന്നു പോകാൻ വേണ്ടിട്ട് അയാൾ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ അയാൾ കയറി പോയിക്കോളും. പോട്ടെ. ആ അപ്പൊ അങ്ങനെ ഒതുങ്ങിയൊന്നും കൊടുക്കരുത്. കണ്ണിലിങ്ങനെ കാണാവുന്ന സ്ഥലത്തേക്ക് മാത്രമേ വണ്ടി ഞാൻ വിട്ടുകൊടുക്കാവുള്ളൂ. അല്ലാതെ ഒരിടത്തേക്കും വിട്ടുകൊടുക്കരുത്. വേഗത കുറച്ചിട്ട്, അല്ല ധൃതിയല്ല അവിടെ വേണ്ടത്. അയാളും വേഗത കുറച്ചോളും. വേണ്ട, അങ്ങനെ ചെയ്യരുത്. ആ സ്ഥലത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ അയാൾ വെയിറ്റ് ചെയ്ത് കൊടുക്കും. അത് അങ്ങനെ ഒരു ചിന്ത വലിയ ചെയ്യരുത്. ആ വലിയ വണ്ടി നമ്മുടെയാണ്. സമയം എടുത്താലും കുഴപ്പമില്ല. തടി കേടാവാതിരിക്കാനാണ് നോക്കേണ്ടത്.
ഇവിടുന്ന് റൈറ്റ് എടുക്കുക സാറേ. ഫോണൊന്ന് അടിച്ചേക്ക്. എന്നിട്ട് ബ്രേക്കിലൊക്കെ കാല് കൊണ്ടുവന്നിട്ട് നിർത്തി തിരിക്കരുത്. വണ്ടി ഉരുളുകയും വേണം. അവിടുന്ന് വണ്ടി ഉണ്ടോന്നൊക്കെ സാറേ എത്തി നോക്ക്. പയ്യെ ഉരുളുന്നതനുസരിച്ച് ഇനി മുന്നിലേക്ക് നോക്കി നോക്കി ചുമ്മാ നിർത്തി തിരിക്കരുത്. മുന്നിലേക്ക് നീങ്ങുന്നതനുസരിച്ച് വണ്ടിയെ സാറ് കറക്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ സൈഡിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. പോട്ടെ. ഇപ്പൊ കുറേശ്ശെ മിടുക്കനായതാണ്. പോട്ടെ. വേറൊരു ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് തിരിക്കണം. സ്വഭാവം മാറ്റരുത്. ട്രൈ ചെയ്യല്ല, കാരണം ഇപ്പൊ ചെയ്യാൻ അറിയാമെന്ന് ബോധ്യപ്പെടുത്തി തരാനേ എനിക്ക് പറ്റുള്ളൂ. ശരിയല്ലേ? ബാക്കി സാറിന്റെ ഉത്തരവാദിത്ത. സാറിന് ഇത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരും. ചെയ്യേണ്ട സാറിന്റെ ഉത്തരവാദിത്തം. ഒരു ജംഗ്ഷൻ കിട്ടിയാൽ തിരിക്കാൻ പറ്റുമെന്നും തിരക്കി കൂടെ ഓടിക്കാൻ പറ്റുമെന്നും ഞാൻ സാറിനെ ബോധ്യപ്പെടുത്തി തന്നു. ഈ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഒരു ആത്മവിശ്വാസം അല്ല, വേറെ ഒന്നുമല്ല. നമുക്കിത് ഈ ലെഫ്റ്റ് എടുക്കാം. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി പണ്ട് ഞാൻ ഒന്ന് കുടുങ്ങിയതാ. ഒരു പറമ്പിൽ ഒരു പറമ്പിൽ പോയി നിന്ന് നിർത്തി തിരിക്കല്ലേ സാറേ. സാറാ കാണുന്ന വഴി കൂടെ മാത്രമേ വണ്ടി വരാവുള്ളൂ. നേരെ അങ്ങോട്ട് ചെന്ന് റോഡ് ചെറുതായിട്ടൊരു പറമ്പ് വിശാലമായ മുള്ളുവേലി കെട്ടി മറച്ചു വെച്ചിരിക്കുന്നു. മുള്ളുവേലി കെട്ടി അടച്ചിട്ടിരിക്കുക. അതിന് എങ്ങോട്ട് പോവാൻ? വന്നത്രയും ദൂരം പുറകോട്ട് ഓടേണ്ടി വന്നു. ഇല്ല, റോഡ് ചെറുതായിക്കൊണ്ടിരുന്നു. അപ്പളെ കൂടെ ഇരുന്നവര് പറഞ്ഞു പോണ്ട. നമ്മളൊരു വഴി പഠിച്ചു വെക്കണമല്ലോ എപ്പോഴും. ഇപ്പൊ അന്ന് പോയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ സാറിനെ കൊണ്ട് അവിടെ കയറൂല്ലേ? ഓരോ തിരിച്ചറിവാ. ഇവിടെ നമുക്കൊരു നല്ല കയറ്റം കിട്ടും. ഒരു കുത്തനെ ഒരു കയറ്റം കിട്ടും നമുക്ക്. ഒരു കുട്ടി കൊടൈക്കനാലിൽ പോയൊരു പ്രതീതിയില്ലേ ഇവിടെ? വേഗത കുറയ്ക്ക്. ചുമ്മാ വിട്ടുകൊടുക്കരുത്. ചുമ്മാ വിട്ടുകൊടുക്കാ സാറേ. സാറ് കാണുന്ന സ്ഥലത്തൂടെ മാത്രം വണ്ടി തിരിച്ചോണ്ട് പോവാ. ഇതിപ്പോ ഒരു ഇറക്കമാണ്, ചെറിയൊരു ഇറക്കമായത്. നമ്മുടെ വഴി കാണുന്ന നമ്മുടെ വഴിയിൽ കൂടെ മാത്രം വണ്ടിയെ തിരിച്ചോണ്ട് പോവാം. ഇങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ. എന്നിട്ട് ഈ ലെഫ്റ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ലെഫ്റ്റ് കണ്ടാ ഇൻഡിക്കേറ്റഡ്. അവിടുന്ന് വണ്ടി വരുന്നുണ്ടോന്നൊക്കെ നോക്കണം. വെപ്പറാളൊന്നും പിടിക്കരുത്. സമാധാനമായിട്ട് ഒരു കുത്തനെ ഒരു കയറ്റത്തിലേക്ക് കയറാൻ പോണത്. നിർത്തി തിരിക്കരുത് ഒരിക്കലും. ഒരു കയറ്റം കിട്ടിയില്ലേ? നേരെ ആക്കിയോ. നിർത്തിയൊന്നും പിടിക്കണ്ട. അപ്പൊ അധിക കയറിയാ മതി. പോട്ടെ. ഇനി നമുക്കൊരു റൈറ്റ് ജംഗ്ഷൻ കിട്ടും. ഒരു 2 വീലർ വരുന്നുണ്ടേ. എന്നെ തട്ടില്ലാന്ന് തോന്നിയാൽ തിരിച്ചു തീർക്കും.
വഴിക്കകത്തോട്ടൊന്ന് കയറി എങ്ങനെയുണ്ട് ന്യൂട്രലിലേക്ക് സാറേ? ഈ വണ്ടിയിൽ വെള്ളം കുത്തിയുണ്ടോ സാറേ? അല്ല അതിനല്ല, ഒരു ചെന്നിട്ട് തിരിയാൻ നോക്കിയാലോ ഓപ്പോസിറ്റ് അടിക്കും വണ്ടി. പിടി കിട്ടിയാ അപ്പൊ പകരം ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് സ്ഥലം എടുത്തിട്ട് വേണം തിരിഞ്ഞിറങ്ങാൻ. പിടി കിട്ടിയാ ഇപ്പൊ ഇവിടുന്ന് ചെല്ലണം, പയ്യെ പയ്യെ ചെല്ലും തോറും ഇവിടെ വീതിയുള്ള സ്ഥലം കണ്ട ഈ കർട്ടൻ കഴിഞ്ഞ അങ്ങോട്ടേക്ക് വണ്ടി എടുക്ക്, അങ്ങോട്ടേക്ക് അകത്ത്. അതിന് നിക്കട്ടെ കണ്ട, ഇങ്ങനെ ഒരു അകലം എടുത്തിട്ട് വേണം ഇറങ്ങിച്ചല്ലേ. സാറിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ ഇപ്പൊ നിലവില്. അതിപ്പോ സാറിനെ കൊണ്ട് സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു 100 ഗ്യാപ്പിലാ വണ്ടി കയറി വരുന്നത്. അത് സാറിന്റെ കൈ ഒന്ന് അനങ്ങുക വിറക്കുകയോ ചെയ്താൽ അതേക്കുറിച്ച് ചെന്ന് ഇറക്കി വാ, വലത്തോട്ടാ നമുക്ക് പോകേണ്ടത്. ഇവിടെ ഇട്ട് തിരിച്ചാലും ഇടി കിട്ടും, കാരണം പോസ്റ്റിന്റെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. പയ്യെ ഇത്തിരി കൂടെ മുന്നോട്ട് ഇറക്കും. അവിടെ നിൽക്കട്ടെ. ഇനി തിരിഞ്ഞു വാ സാറിന്റെ വഴിയിലേക്ക്. എന്ത് തടസ്സമുണ്ട്? ഇത് കണ്ട, സാറിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് തിരിച്ചു. ഇനി തിരിച്ചോ, ഇനി മുഴുവൻ വേണം തിരിച്ചോ. ഇനി അതായിട്ട് ഇടിക്കില്ല വണ്ടി. ഇനി ഫ്രണ്ട് നോക്കി ഇരിക്കണം. വണ്ടി നേരെ വരുമ്പോ നേരെ ആക്കി എടുക്കും. പോട്ടെ. തണുപ്പത് ഇത്ര നേരം തണുപ്പില്ലായിരുന്നു വണ്ടിക്ക്. ഫാന് ഏറ്റവും കുറച്ചായിട്ടിരിക്കുന്നു. കാരണം നേട്ടം നോക്കരുത്, കാറിന്റെ കാര്യം നോക്കണം. അതെല്ലാം കാണിച്ചു തന്നിട്ടേ ഇവിടുന്ന് കളമെടുത്തുള്ളൂ. കാരണം അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. പൈസ ചെലവില്ലാതെ സാറിനെ കുളു മണാലി കൊണ്ടുപോയില്ലേ ഇപ്പൊ? സാറിനറിയാമായിട്ട് ഒരുപാട് സ്ഥലങ്ങളെ ഞങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് ആ കയറ്റത്തിൽ ഓടിച്ചെന്ന് കയറരുത്, അവിടെ നിർത്തിയിട്ട് കയറണം കേട്ടാ. ആ കയറ്റമില്ലേ, ഇപ്പൊ ലെഫ്റ്റ് തിരിയുമ്പോ ഒരു കയറ്റം കിട്ടും, അവിടെ ഒന്ന് നിർത്തണം കേട്ടാ വണ്ടി. ഇവിടെ ലെഫ്റ്റ് തിരിയാ മുമ്പ് ഇറങ്ങി വന്നത്. അതെ. എന്നിട്ട് ഒറ്റ അടിക്ക് ഓടി കയറരുത്, അവിടെ നേരെ ആക്കി കയറാൻ മതി. ഇത്തിരി ഇങ്ങോട്ട് സൈഡാക്കുക, ഒരു ആരെങ്കിലും വന്നാൽ അവർ പോയിക്കോട്ടെ. ഇത്തിരി ഇവിടെ മുന്നോട്ട് കയറി കയറാൻ, ഇത്തിരി ഇവിടെ കയറട്ടെ. നിർത്ത്. ഇനി ഒന്ന് മുന്നോട്ട് എടുത്ത് നോക്കിയാൽ നിക്കട്ടെ. നിർത്ത്. ഇനി ഒന്ന് മുന്നോട്ട് എടുത്ത് നോക്കിയാൽ നിക്കട്ടെ. ടാറ്റയുടെ കരുത്ത് കണ്ട, പുറകോട്ട് പോകാത്ത കണ്ട. പോട്ടെ, അവരിച്ചിരി കൂടെ. നിക്കട്ടെ. ഇനി റിവേഴ്സ് ഇട്, ബ്രേക്ക് പിടി, റിവേഴ്സ് ഇട്. നമ്മൾ വന്ന ആ റോഡിലേക്ക് എനിക്ക് തിരിച്ചു പോകണം. എങ്ങനെ കൊണ്ടുപോകും? അതും കാണണം, ഇതും കാണണം. ഇവിടെ നോക്ക്, എത്ര ദൂരത്താന്ന് നോക്കിയാ റോഡ്. ഇവിടെ അടുത്തെങ്ങനെ ഉണ്ടാ റോഡ്? അപ്പൊ ചുമ്മാ പുറകോട്ട് പോയാൽ പോരെ. അപ്പൊ അതിനനുസരിച്ച് കൊണ്ടുപോകും. വണ്ടി വലത്തോട്ടും ഇടത്തോട്ടും ഒന്നും പോരുത്. എങ്ങോട്ടാ ഇപ്പൊ പോണേന്ന് നോക്കിയാ. അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്ക്. നിന്ന് പോകും, നിർത്ത്. എന്നിട്ട് നോക്ക്, പിന്നെ നോക്ക്. അത് ഈ ഉണക്കപ്പുല്ല് ഇവിടെ കിടക്കുന്ന കണ്ടിട്ടാണ്. അത് സെൻസർ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങനെ നിൽക്കുകയല്ല സാറേ, അപ്പൊ അതുകൊണ്ടാണ് അത് അടിക്കുന്നത്. അതേലേക്ക് വീഴാൻ പോണെന്ന് വിചാരിച്ചിട്ടാ. അതിന് ബുദ്ധിയില്ലല്ലോ സാറിനല്ല, അതിന് ബുദ്ധിയില്ലല്ലോ. തിരിക്കാറായോ സാർ? ഇവിടെ നോക്ക് സാറേ, എവിടെയാണ് ആ റോഡ്? അവിടെ വരെ എത്തിയാ നമ്മുടെ വണ്ടി? ഇല്ല. പക്ഷെ നമ്മുടെ വണ്ടി എങ്ങോട്ടാ മാറിപ്പോണേന്ന് നോക്കി. ഈ സൈഡിലേക്ക് പോണോണ്ട് നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? അപ്പൊ ഈ റോഡിന്റെ ഈ അരിക്ക് കറക്റ്റായിട്ട് പിടിച്ച് തന്നെ കൊണ്ടുപോവാ. അങ്ങനെ അരികിന്ന് വെളിയിൽ ഇറങ്ങാനും സമ്മതിക്കരുത്. അരികിന്ന് വെളിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ നേരെ ആക്കി വെക്കണം. ഇങ്ങനെ തന്നെ പോയാൽ റോഡിൽ നിന്ന് വെളിയിൽ പോവും.
ആ അങ്ങനെ കണ്ടാ. ആ പിന്നെ നോക്ക്, പതിയെ പതിയെ ചെല്ല്. ആ റോഡിന്റെ തുമ്പ് പിടിച്ച് പിടിച്ച് ദേ ഈ അരിക് കറക്റ്റ് ചെയ്ത് കയറ്. റോഡിന്റെ അരിക് കണ്ടാ. വാ സാറേ, ട്രെയിൻ നോക്ക് സാറേ, വെപ്രാളം പിടിക്കാതെ നിർത്തി പോകും. അത് അടിച്ചോട്ടെന്നേ, അവൻ മീൻ കൊണ്ടുവന്നോ ഫോണാണ്. നിർത്ത് സാറേ, മുന്നീന്ന് വന്നവനല്ല പുറകിന്ന് വന്നവനെ കൂടെ സാറ് നോക്ക്. വാ, കാറിന്റെ വഴിക്ക് പോയിക്കോളൂ. സാറിന്റെ കാര്യം നോക്ക്. തിരിഞ്ഞു വരട്ടെ. റോഡിന്റെ അരിക് കൂടി, അരികെടുക്ക്, മാക്സിമം എടുക്ക്. ഒന്ന് നിർത്തിക്കൂടും, അയാൾ പൊക്കോട്ടെ. സാറിന് ഇനി അതൊരു ടെൻഷൻ വേണ്ട. എനിക്ക് ഇനി വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം, ഈ അരികില് കോൺക്രീറ്റിന് അവിടെ. ആ നിർത്താൻ റെഡി ആയിക്കോണം. ഇപ്പൊ സ്പീഡ് കൂടും വണ്ടിക്ക്. ഈ കയറ്റം കയറി കഴിഞ്ഞാല് ബ്രേക്കിൽ വാ, ബ്രേക്ക് കണ്ട. ഇപ്പൊ അരികിന് ഏകദേശമായി വണ്ടി. ഇനി വണ്ടി ഞാൻ നേരെ ആക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? ആ മതിലേക്ക് പോകും. കാരണം മതിലേക്ക് അതാറ് തിരിച്ചു വെച്ചേക്കുന്നത് കണ്ടല്ലോ. ആ ഇനി പയ്യെ പുറകോട്ട് ചെല്ലുമ്പോ വീണ്ടും അരികെടുക്കണം. ആ അങ്ങനെ എന്നിട്ട് നിക്കട്ടെ. പിന്നെയും നിർത്ത്. പിന്നെ അവിടെ ലെവൽ ചെയ്തിട്ട് വണ്ടിയെ. ഇപ്പൊ നേരെയാണോ? ആണോ വണ്ടി? അവിടെ നേരെയാണോന്ന് ചോദിച്ചു. അതെങ്ങോട്ട് മാറണം അപ്പൊ നേരെയാകണമെങ്കിൽ? ഇങ്ങോട്ട്. ആ അപ്പൊ അത് ചെയ്. എന്നിട്ട് പതി അഡ്ജസ്റ്റ് ചെയ്യ്. നേരെയായാ? ആയോ അതോ ആയി വരുന്നതേ ഉള്ള? അപ്പൊ വരട്ടെ. ആ ഇപ്പളാ ആണോ? ഉറപ്പല്ലേ? അതെങ്ങനെ അറിയും? ആ നടക്കുകയല്ല. ഈ സ്ഥലം വെച്ച് കണ്ടുപിടിക്കും. ഇവിടെ വീതി കൂടുതലുണ്ട്, ഇവിടെ ഇച്ചിരി വീതി കുറവുണ്ട്. ഇത്തിരി കൂടെ പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ വണ്ടി നേരെയാവും. ഒരു പൊട്ടിക്കൂടെ ബ്രേക്ക്. ഇപ്പൊ ഒരേ പോലെ ആയില്ലേ ഇവിടം? ആണ്. ആ ഗ്ലാസ്സിൽ കൂടെ അറിയാം. ഇങ്ങനെ അറിയാൻ മേലെ? ഇങ്ങനെയല്ലേ നേരെയാക്കണ്ടേ? അല്ല വണ്ടിയുടെ ഫ്രണ്ട് നോക്കിയിട്ടാണ്. ഈ റോഡ് ഒരു വളഞ്ഞ റോഡാന്ന് വിചാരിക്കും. ഫ്രണ്ട് നോക്കുമ്പോ നേരെയാണ്. ഈ റോഡ് അങ്ങോട്ടാന്ന് സാറ് വിചാരിച്ചു. അപ്പൊ വണ്ടി നേരെയാന്നും പറഞ്ഞ സാറ് ഇവിടെ ഇട്ടേച്ച് പോയ ആളുകൾ വന്നിട്ട് ഇടിക്കൂല്ലേ സാറിന്? ശരിയല്ലേ? പോവാ നമുക്ക് ഇവിടുന്ന്. നോട്ടിലോട്ട് ഡ്രൈവ് ഇട്, എന്നിട്ട് നേരെ മുന്നോട്ട് പോട്ടെ. ഇതൊരു ജംഗ്ഷനാണ്.